ചാപ്റ്റർ തുടങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളെല്ലാം പഠിച്ചു. അപ്പോൾ ഇനി പുതിയ ചാപ്റ്റർ പാർട്ണറുടെ അഡ്മിഷനാണ്. പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിലാദ്യം നമുക്ക് എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. നമുക്കറിയാം പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. പാർട്ണർഷിപ്പ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of a business carried on by all or any of them acting for all. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ വ്യക്തമാണ്, പാർട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. പാർട്ണർമാർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഫലമാണ് പാർട്ണർഷിപ്പ്. ഈ എഗ്രിമെൻറ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ പറയും പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറയും. അപ്പോൾ പാർട്ണർമാർ തമ്മിൽ നിലവിലുള്ള എഗ്രിമെൻറ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ പറയും പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറയും. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പാർട്ണർമാർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, നിലവിൽ ഉള്ള എഗ്രിമെൻറ്റ് ഇല്ലാതാവുകയും പുതിയ ഒരു എഗ്രിമെൻറ്റ് നിലവിൽ വരികയും ചെയ്യും. അതായത് പാർട്ണർമാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരും, പക്ഷേ പാർട്ണർഷിപ്പ് ഫേം ഇല്ലാതാവുന്നില്ല. ഇതിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫേമിന്റെ എഗ്രിമെന്റിൽ ചേഞ്ച് വരുത്തുന്നതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, പാർട്ണർഷിപ്പ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഫോർ ഷെയറിംഗ് ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് അമൗണ്ട്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. This result in an end of the existing agreement and a new agreement comes into being. ഇപ്പോൾ പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള എഗ്രിമെന്റ് ഇല്ലാതാവുകയും പുതിയൊരു എഗ്രിമെന്റ് നിലവിൽ വരികയും ചെയ്യും. The new agreement changes the relationship among the members of the partnership firm. പാർട്ണർമാർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചേഞ്ച് വരുന്നു. However, the firm continues. പാർട്ണർഷിപ്പ് ഫേം ഇല്ലാതാവുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യും. ഇനി നെക്സ്റ്റ്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേം ഏതൊക്കെ വിധത്തിലാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. ഒന്ന്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കുമ്പോൾ പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നു, അതായത് പാർട്ണർമാർ തമ്മിലുള്ള എഗ്രിമെന്റിൽ ചേഞ്ച് വരുന്നു. ഇനി രണ്ടാമത്തെ, ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. നിലവിലുള്ള പാർട്ണേഴ്സ് അവരുടെ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പോൾ പാർട്ണർമാർ തമ്മിലുള്ള എഗ്രിമെന്റ് ചേഞ്ച് ആവുന്നു, പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നു. റിട്ടയർമെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. ഒരു നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നു. ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ മരണം സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴും പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 4 സന്ദർഭങ്ങളിലാണ് പ്രധാനമായും പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. 2, ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. 3, റിട്ടയർമെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. 4, ഡെത്ത് ഓഫ് എ പാർട്ണർ. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് ഓരോ ചാപ്റ്ററായി പഠിക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. അപ്പോൾ നിലവിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ക്യാപിറ്റൽ അധികം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാനേജ്മെന്റ് എക്സ്പെർട്ട് വേണ്ടി വരികയാണെങ്കിൽ പുതിയൊരു പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരും. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ വളർച്ചയ്ക്ക് ആ ക്യാപിറ്റൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ പുതിയൊരു പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ, when a firm requires additional capital or managerial help or both for the expansion of its business, a new partner may be admitted to supplement its existing resources. പുതിയൊരു പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഈ പാർട്ണർഷിപ്പ് ഫേമിന് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരികയോ അല്ലെങ്കിൽ ആ മാനേജീരിയൽ എക്സ്പെർട്ടൈസ് വേണ്ടി വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കാം. According to the Partnership Act 1932, a new partner can be admitted into the firm only with the consent of all the existing partners unless otherwise agreed upon. ഇപ്പോൾ എല്ലാ പാർട്ണർമാരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കാവൂ എന്നാണ് 1932 പാർട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നത്. ഇനി, എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ അക്വയർസ് 2 മെയിൻ റൈറ്റ് ഇൻ ദ ഫേം. ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കുമ്പോൾ അയാൾക്ക് ഈ പാർട്ണർഷിപ്പ് ഫേമിൽ 2 അവകാശങ്ങളാണ് ലഭിക്കുന്നത്.
ഒന്ന് റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. ഒന്ന് റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിന്റെ അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള അവകാശം. രണ്ട്, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ ലാഭം ഷെയർ ചെയ്ത് അതിൽ ഒരു വിഹിതം കിട്ടാനുള്ള അവകാശം. അപ്പൊ ഈ രണ്ട് റൈറ്റുകളാണ് പുതിയ പാർട്ണർക്ക് ലഭിക്കുന്നത്. ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള അവകാശം. രണ്ട്, പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ലോസും അതിൽ വരും. പ്രോഫിറ്റിന്റെ വിഹിതം വാങ്ങാനുള്ള അവകാശം. അപ്പൊ ഈ രണ്ട് റൈറ്റുകളാണ് പുതിയ പാർട്ണർക്ക് ലഭിക്കുന്നത്. ആ രണ്ട് റൈറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഫോർ ദ റൈറ്റ് ടു അക്വയർ ഷെയർ ഇൻ ദ അസറ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം, ദ പാർട്ണർ ബ്രിങ്സ് ഇൻ an agreed amount of capital. അപ്പോൾ ഈ രണ്ട് റൈറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരണം. എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, എല്ലാ പാർട്ണർമാരും കൂടെ സമ്മതിച്ചിട്ടുള്ള ക്യാപിറ്റൽ ഈ പുതിയ പാർട്ണർ കൊണ്ടുവരണം. അങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴാണ് ഈ രണ്ട് റൈറ്റുകൾ ഈ പുതിയ പാർട്ണർക്ക് ലഭിക്കുന്നത്. അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള റൈറ്റും പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരണം. Moreover, in the case of an established firm which may be earning more profit than the normal rate of return on its capital, the new partner is required to contribute some additional amount known as premium or goodwill. ഇപ്പം നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേം ആണ്. ഈ പാർട്ണർഷിപ്പ് ഫേം ഇതേപോലെയുള്ള മറ്റ് പാർട്ണർഷിപ്പ് ഫേമുകളെ അല്ലെങ്കിൽ ബിസിനസ്സുകളെ അപേക്ഷിച്ച് നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ലാഭം നേടുന്നതാണ്. മറ്റ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ നമ്മുടെ ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന മറ്റ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളെ അല്ലെങ്കിൽ ഫേമുകളെ അപേക്ഷിച്ച് ഈ പുതിയ പാർട്ണറായി ചേരാൻ ഉദ്ദേശിക്കുന്ന പാർട്ണർഷിപ്പ് ഫേമിന് ലാഭം കൂടുതലാണ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ലാഭം നേടുന്നതാണ്. അതായത് അതിന് കൂടുതൽ സൽപ്പേരുണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്, ഗുഡ്വിൽ ഉണ്ട്. അപ്പൊ ആ പാർട്ണർഷിപ്പ് ഫേമിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ പുതിയ പാർട്ണർ ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ പറ്റില്ല. അതിന് പുറമെ ഒരു അഡീഷണൽ എമൗണ്ട് കൂടെ കൊണ്ടുവരണം. ആ എമൗണ്ടിനെയാണ് നമ്മൾ ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കൂടുതൽ ലാഭം നേടുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ണർക്ക് പുതുതായി ചേരുമ്പോൾ അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരണം. അതോടൊപ്പം ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയവും കൊണ്ടുവരണം. Following are the other important points which require attention at the time of admission of a new partner. പുതിയ പാർട്ണർഷിപ്പ് ഫേമിൽ ചേരുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഒന്ന്, ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. രണ്ടാമത്തെ, അസർട്ടൈനിങ് ദ ന്യൂ പ്രൊവിഷൻ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയുടെയും കാൽക്കുലേഷൻ. റിവാലുവേഷൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് ഫോർ റിസർവ്സ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. റിസർവ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ലോസസ് ഇവ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ വാല്യൂ ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ, പാർട്ണർമാരുടെ ക്യാപിറ്റൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഓരോന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ കണക്കിലെടുക്കണം അഡ്മിഷന്റെ സമയം. അതിൽ ഒന്നാമത് ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു പുതിയ പാർട്ണർക്ക് ക്യാപിറ്റൽ ക്യാഷ് ആയിട്ടോ അതല്ലെങ്കിൽ ചെക്കായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ് ആയിട്ടോ അയാളുടെ ക്യാപിറ്റൽ കൊണ്ടുവരാം. അപ്പോൾ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ എഴുതുന്ന ജേണൽ എൻട്രി ഇതാണ്: ക്യാഷ്, ബാങ്ക് ഓർ അതർ അസറ്റ് അക്കൗണ്ട് ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ്, ബാങ്ക് ഓർ അതർ അസറ്റ് അക്കൗണ്ട് ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അഡ്മിഷനെ കുറിച്ച് പഠിക്കേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യുന്ന അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.